രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ അല്പസമയത്തിനകം വിധി പ്രസ്താവമുണ്ടാകും. അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളിയാണ് എന്നും അതിജീവിതയെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നും സാക്ഷികളെ അടക്കം ഭീഷണിപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ആണ് ഉന്നയിച്ചത്. സമാനമായ പരാതി ഏറ്റവും ഒടുവിൽ ബാംഗ്ലൂർ സ്വദേശിനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് ആണ് വാദമുഖങ്ങൾ ഉയർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം നിയമം അനുശാസിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ ഒരുക്കമാണ് എന്ന നിലയിൽ തന്നെയാണ് കോടതിയോട് പ്രതിഭാഗമായിട്ടുള്ള അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം നമുക്ക് വിധി പ്രസ്താവം എന്ത് എന്നറിയാം. ജാമ്യം ലഭിക്കുമോ? ജാമ്യം ലഭിച്ചാൽ എന്തായിരിക്കും ഉപാധികൾ? ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുമോ? അതെയോ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമോ? എല്ലാത്തിലും വ്യക്തത കൈവരും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് വിധിയെ ആശ്രയിച്ചിരിക്കുമെന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. അരുൺ, തീർച്ചയായിട്ടും വിധി വളരെ നിർണായകമാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ വിധി ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാം പ്രാദേശിക വിഷയങ്ങളാണ് പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാറുള്ളതെങ്കിലും സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. അത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അവിടെ ഇടതുമുന്നണിക്ക് സർക്കാരിന് CPM-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വിഷയമാണ്. അവിടെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടരെ ഉണ്ടാകുന്ന ഈ ലൈംഗിക പീഡന ബലാത്സംഗ പരാതികളാണ്. അവിടെ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അവിടെ അതിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഒരു അനുകൂല വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അനുകൂല വിധിയെങ്കിലും ഉണ്ടാകണം. രാഹുലിന് ജാമ്യം ലഭിച്ചുകൊണ്ട് വിധിയെങ്കിലും ഉണ്ടാകണം. മറിച്ച് രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ രാഹുലിനെതിരെ കൂടുതൽ സംഘടന നടപടി കോൺഗ്രസ് നിർബന്ധിതമാകും. പക്ഷേ അവിടെ കൊണ്ടും കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ തീരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഹുലിനെതിരെ ഇപ്പോൾ 2 പരാതികൾ, 2 FIR-കൾ, ഇനിയും വരാനിരിക്കുന്നു പരാതികൾ. ചില സൂചനകളനുസരിച്ച് വളരെ ഗൗരവമുള്ള ഇതിലും ഗൗരവമുള്ള പരാതികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ വരാനിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധി എന്തായാലും അത് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രാഹുലിന് ജാമ്യം ലഭിച്ചാൽ പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് രാഹുലിനെതിരെ പുറത്താക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന ചോദ്യം വന്നാൽ അവിടെ പിടിച്ചു നിൽക്കാം. കോടതി തന്നെ രാഹുലിനെ കുറ്റക്കാരൻ കണ്ടെത്തില്ല. ഈ കോടതി തന്നെ രാഹുലിന് ഒരു സാവകാശം അനുവദിക്കുകയാണ്. നിരപരാധി എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം തെളിയിക്കാൻ കോടതി രാഹുലിന് സാവകാശം. അതാണ് ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പറഞ്ഞു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിയുക. രാഹുലിന്റെ അനുകൂലികൾക്കും രാഹുലിന്റെ സോക്കോൾഡ് ഫാൻസിനും അവരുടെ സൈബർ വെട്ടുകിളികൾക്കും ഒക്കെ പറഞ്ഞു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ ഈ ഒരു കാര്യം ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കോടതി വിധി കൂടി എതിരായാൽ അക്ഷര നിലയില്ലാ കയത്തിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി വീഴും. അവിടെ അവർക്ക് രക്ഷ കിട്ടണമെങ്കിൽ ആ കയത്തിൽ നിന്ന് കരകയറണമെങ്കിൽ രാഹുലിനെ ചില സൈബർ ടീമുകൾ ചില നേതാക്കൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതുപോലെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകണം. ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞത് അതാണ്. പൊക്കിൾ കൊടി ബന്ധം വിച്ഛേദിക്കണം. ഇത്തരം ആളുകളെ MLA ആയി തെരഞ്ഞെടുത്ത് വിട്ടത്, പാർട്ടി ടിക്കറ്റ് നൽകി വിജയിപ്പിച്ച് വിട്ടത് മതിൽ ചാടാനല്ല, പകരം ജനങ്ങളെ സേവിക്കാനാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച അപൂർവ നേതാക്കൾ കോൺഗ്രസിൽ ഇപ്പോഴുമുണ്ട്. അത്തരം നേതാക്കളുടെ ആവശ്യം നടപ്പാക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകും. അത് ഇനി അങ്ങനെയല്ല ഇതിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ വീണ്ടും തയ്യാറാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, യെസ്, അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്തിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുമോ അതെയോ മുൻകൂർ ജാമ്യം തള്ളുമോ എന്നതിൽ വ്യക്തത കൈവരും. ജാമ്യം ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് വലിയ ആശ്വാസമാകും രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസിനും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോഴും സംഘടനാപരമായി ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിശബ്ദത തുടരാൻ സാധിക്കുമോ കോൺഗ്രസിന് എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. കാരണം നിരവധി പരാതികൾ ഈ ഘട്ടത്തിലും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചും മുൻകൂർ ജാമ്യം ലഭിക്കുന്നുവെങ്കിൽ ഒരു പിടിച്ചു നിൽപ്പിന് സാധിക്കുമെന്നുള്ളതാണ്.
ജാമ്യം തള്ളുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക എന്ന നിലപാടുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം കടന്നേക്കും. അതിനു മുമ്പ് ഒരു കീഴടങ്ങൽ എന്നതാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദ്ധതി? എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ അഭിഭാഷകർ നൽകുന്നത് എന്നതിലൊക്കെ അല്പസമയത്തിനകം വ്യക്തത കൈവരും. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ വളരെ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷനും ഒപ്പം രാഹുലിന്റെ അഭിഭാഷകരും. മറ്റു ചില നീക്കങ്ങളിലേക്ക് കൂടി പോവുകയും ചെയ്തിരുന്നു. എന്താണ് പ്രതീക്ഷകൾ? ഏത് തരത്തിലുള്ള വിലയിരുത്തലുകളാണ് രാഹുലിന്റെ അഭിഭാഷകർക്കുള്ളത്, ഒപ്പം പ്രോസിക്യൂഷനും? പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഈ യുവതിയുമായി നിലനിന്നിരുന്നത്. ആ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചതോടെയാണ് അവർ അത് പരാതിയായി എഴുതി നൽകുകയും അതോടൊപ്പം ചില ശബ്ദ സന്ദേശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും അതിനുശേഷം മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകുകയും ചെയ്തതെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം ഈ ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ചില രേഖകൾ, ഡിജിറ്റൽ രേഖകൾ, വാട്സാപ്പ് ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും അടക്കമുള്ള ചില ഡിജിറ്റൽ രേഖകൾ പെൻഡ്രൈവിലാക്കി സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് KPCCക്ക് കൈമാറിയ പരാതിയിന്മേൽ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അവിടെയാണ് ഇങ്ങനെയൊരു പരാതിക്കാരി ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുകയും അവർ പത്തനംതിട്ട സ്വദേശിനിയാണെന്നും ബംഗളൂരുവിൽ താമസമാക്കിയിരിക്കുന്ന 23 വയസ്സുകാരിയാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. അതിനുശേഷം പ്രാഥമികമായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവരുടെ മൊഴിയെടുക്കാനുള്ള പ്രാഥമികമായ നീക്കങ്ങൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചതായാണ് വിവരം. അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് FIRന്റെ കോപ്പി സഹിതം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതുകൂടി കേട്ടതിന് ശേഷമാണ് അറസ്റ്റ് തടയണമെന്ന ആവശ്യം പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ അറിയിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ഇരകളെ മാനേജ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം രാഹുലിനെതിരെ തുടർച്ചയായി പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇരകളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യത കാണാതിരുന്നുകൂടാ. അത് ഗൗരവത്തോടെ തന്നെ എടുക്കണം. രാഹുൽ ഒരു യുവ MLA ആണ്. മാത്രമല്ല ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ഒക്കെ വലിയ തരത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകാൻ ഒരു കാരണവശാലും പാടില്ല എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ട് ഭാഗങ്ങളുടെയും വാദം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്ന ഇനി ഏതാനും മിനിറ്റുകൾക്കകം കേരളം കാത്തിരിക്കുന്ന, രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഈ കേസിലെ സുപ്രധാനമായ വിധി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് അല്പസമയത്തിനകം ഉണ്ടാകും. ശരി, അതാണ് ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. 12 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വിധിപ്രസ്താവം ഉണ്ടാകും എന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും വിധിപ്രസ്താവത്തിലേക്ക് കടന്നിട്ടില്ല. ഉടൻ തന്നെ വിധിപ്രസ്താവം ഉണ്ടാകുമോ അരുൺ?